ഈശ്വർ മാൽപേ. കർണാടകയിലെ ഷിരൂരിൽ അർജുനെയും അർജുന്റെ ലോറിയും തേടിയുള്ള തിരച്ചിലിൽ നമ്മൾ കേട്ട പേരാണ് ഈശ്വർ മാൽപേ. ആരാണ് ഈശ്വർ മാൽപേ? മലയാളികൾക്ക് ഈ പേര് സുപരിചിതമല്ല. എന്നാൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ മലയാളികളുടെ മനസ്സിന്റെ ഏതോ കോണിൽ ഈ പേര് കുറിക്കപ്പെട്ടു. അക്വാമാൻ ഓഫ് കർണാടക, കർണാടകയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽപേ കർണാടകത്തിൽ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വിജയിച്ച ഇദ്ദേഹം ഉടുപ്പി സ്വദേശിയാണ്. അമ്മയ്ക്കും ഭാര്യയ്ക്കും 3 മക്കൾക്കുമൊപ്പം മാൽപേ ബീച്ചിന് സമീപമാണ് താമസം. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഒരു വിളി വന്നാൽ ദുരന്തമുഖത്തേക്ക് എത്തുന്ന ഈ 48കാരൻ തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും തന്റെ പ്രതിഫലം ഇച്ഛിക്കാതെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയാണ്. മത്സ്യബന്ധന ബോട്ടുകൾക്ക് കുടിവെള്ളം എത്തിക്കലാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി. ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായമില്ലാതെ ജലത്തിന്റെ അടിത്തട്ടിൽ 3 മിനിറ്റ് വരെ ഇദ്ദേഹത്തിന് കഴിയാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. ജലാശയത്തിലെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ ഇദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. അടുത്ത കാലം വരെ ഓക്സിജൻ കിറ്റ് പോലും ഇല്ലാതെയായിരുന്നു ഇദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനം. ഈശ്വർ മാൽപേ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഏറെയാണ്. കൊറോണ കാലത്ത് സാമ്പത്തിക നഷ്ടം നേരിട്ട ഒരു ഹോട്ടൽ ഉടമ നദിയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ പുലർച്ചെ 3 മണിക്ക് വിവരമറിഞ്ഞ ഈശ്വർ മാൽപേ സംഭവം നടന്ന സ്ഥലത്ത് ഓടിയെത്തി. കൂരിരുട്ടിൽ നദിയുടെ ആഴങ്ങളിലെത്തി കല്ലിനിടയിൽ കുടുങ്ങിക്കിടന്ന അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതാണ് ആദ്യം നടത്തിയ രക്ഷാപ്രവർത്തനം. പിന്നീട് അദ്ദേഹത്തിന്റെ സാഹസിക ജീവിതത്തിനിടയിൽ 20ഓളം ജീവനുകളെയാണ് രക്ഷിച്ചത്. ഇദ്ദേഹത്തിന്റെ 1000-ൽ പരം ദൗത്യത്തിനിടയിൽ 200ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൽ 12ാം ദിവസവും നമ്മുടെ സംവിധാനങ്ങളെല്ലാം തന്നെ പകച്ചു നിന്നപ്പോൾ ഗംഗാവാലിയിലെ ശക്തമായ കുത്തൊഴുക്കിലേക്ക് തിരച്ചിലിന് വേണ്ടി ആദ്യമായി ഇറങ്ങിയത് മാൽപേയുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും ഒന്നുകൊണ്ട് മാത്രമാണ്. 6 നോട്ട്സിന് മുകളിലായിരുന്നു അവിടുത്തെ കറണ്ട്. 3 നോട്ട്സ് വരെ മാത്രമേ നാവികസേനയ്ക്ക് പോലും രക്ഷാപ്രവർത്തനത്തിന് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുകയുള്ളൂ. എന്നാൽ 3 നോട്ട്സ് കറണ്ടിന് മുകളിൽ മനുഷ്യസാധ്യമല്ല എന്ന് കരുതുന്ന സാഹചര്യമായിരുന്നു അവിടെ. 6.8 നോട്ട്സ് കറണ്ടുള്ള ഗംഗാവാലിയിലാണ് മാൽപേയും സംഘവും പരിശോധന നടത്തിയത്. ഏത് സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം നടത്താനുള്ള മനോധൈര്യം ഈ കടലിന്റെ മകനുണ്ട്. 100 അടി താഴ്ച വരെ ഡൈവ് ചെയ്ത് പോകാനുള്ള പ്രത്യേക കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. തന്റെ രക്ഷാപ്രവർത്തനത്തിലെ മറക്കാനാകാത്ത ഏറ്റവും വലിയ സംഭവമാണ് SSLC പരീക്ഷയിൽ പരാജയം നേരിടേണ്ടി വന്ന ഒരു പെൺകുട്ടി വെള്ളത്തിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. ഗംഗാവാലി നദിയിലെ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനിടയിൽ ആദ്യത്തെ 2 ഡൈവിന് ശേഷം 3ാമത്തെ ഡൈവിലാണ് അദ്ദേഹം വടം പൊട്ടി അപകടത്തിൽപ്പെട്ടത്. ഏകദേശം 100 മീറ്ററോളം അദ്ദേഹം ഒഴുക്കിപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് മാൽപേ രക്ഷപ്പെട്ടത്.